ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകാനിടയായ സാഹചര്യമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വിശദമാക്കിയത്. ഇത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണ്. ഈ നാടിനെ തകർക്കരുത്, ഈ നാടിനെ അർഹതപ്പെട്ടത് നിഷേധിക്കരുത്. ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത്. ഈ കാര്യത്തിൽ കടുത്ത തിക്തമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ അത്തരത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല. കേന്ദ്ര ഗവൺമെൻറ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല. അതിന് അവരുടേതായ കാരണങ്ങൾ കാണും. ഒരു തരത്തിലുള്ള പകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക. ഇവിടെ 2016 വരെ മാറി മാറി ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയാണ് UDF. കോൺഗ്രസും
മുന്നണി എന്ന നിലക്ക് UDF. നിർഭാഗ്യവശാൽ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്താൻ അവർ തയ്യാറല്ല. മാത്രമല്ല, ഈ കാലം LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് അവർ തുടരുന്നത്. ആ സമീപനത്തിൻ്റെ ഭാഗമായി നാം കണ്ടതാണ് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തെ പല രീതിയിൽ അവഗണിക്കുമ്പോൾ ആ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനങ്ങളെ പിന്താങ്ങാൻ കോൺഗ്രസും UDFും ഇവിടെ തയ്യാറായി. പാർലമെന്റിൽ അവരുടെ MP-മാർ അതേ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഇത്തരം പകപോക്കൽ നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ എന്ന നിലയിൽ കേരളത്തെയും കേരള ഗവൺമെന്റിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അത്യന്തം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് ഒട്ടേറെ കാര്യങ്ങളിൽ അഭിമാനം പകരുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടുമാണ് കേരളം. ഇപ്പോഴും അത് അതേ രീതിയിൽ തുടരുകയുമാണ്. അപ്പോൾ ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ
കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം മുതൽ, ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ ലഭിക്കേണ്ട തുകയുടെ പകുതിയിലധികമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. ഈ അവസാനത്തെ 3 മാസം നമുക്ക് 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മുടെ തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ആ തനത് വരുമാനങ്ങളോടൊപ്പം നമുക്ക് വായ്പയും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ അവസാന മാസത്തെ ചെലവുകൾ തനത് വരുമാനവും എടുക്കുന്ന വായ്പയും കൂടിയുള്ള തുക ഉപയോഗിച്ചാണ് ചെലവഴിക്കേണ്ടത്. ഇതിലാണ് 5,900 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനം ആദ്യം പണം ചെലവഴിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ്. ആ ഇനം നോക്കിയാൽ 2025 സെപ്റ്റംബർ വരെ എടുത്താൽ, അതിനുശേഷവും മാസങ്ങളായി, സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ കുടിശ്ശിക 5,783 കോടി 69 ലക്ഷം രൂപയാണ്. ഇത് വിവിധ തരത്തിലാണ്. അതിൽ ചിലതാണ് നേരത്തെ റവന്യൂ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. NHM, ദേശീയ ആരോഗ്യ ദൗത്യം, 636 കോടി 88 ലക്ഷം രൂപ ലഭിക്കണം. UGC ആനുകൂല്യങ്ങൾ 750 കോടി 93 ലക്ഷം രൂപ സംസ്ഥാനത്തിന് ലഭിക്കണം. ക്ഷേമ പെൻഷൻ, അതിൽ ചിലതിൽ കേന്ദ്ര വിഹിതമുണ്ട്, 324 കോടി ലഭിക്കണം. ഭക്ഷ്യസുരക്ഷ 54 കോടി 19 ലക്ഷം രൂപ ലഭിക്കണം. AY കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന 43 കോടി 44 ലക്ഷം രൂപ ലഭിക്കണം. നെല്ല് സംഭരണം 1,206 കോടി 69 ലക്ഷം രൂപ ലഭിക്കണം. മൃഗസംരക്ഷണ ഇനത്തിൽ വികസന മേഖലകളിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 37 കോടി 40 ലക്ഷം രൂപ ലഭിക്കണം. സമഗ്ര ശിക്ഷ കേരള 1,148 കോടി 13 ലക്ഷം രൂപ ലഭിക്കണം. ഡയറ്റുകളെ മികവിൻ്റെ കേന്ദ്രമാക്കി വികസിപ്പിക്കൽ 21 കോടി 44 ലക്ഷം രൂപ ലഭിക്കണം.
ജൽജീവൻ മിഷന്റെ ഭാഗമായി 974 കോടി 68 ലക്ഷം രൂപ ലഭിക്കണം. പോഷൺ അഭിയാൻ 200 കോടി 20 ലക്ഷം രൂപ ലഭിക്കണം. വനിതാ ശിശു വികസന പദ്ധതികൾ 55 കോടി 51 ലക്ഷം രൂപ ലഭിക്കണം. ഫിഷറീസ് വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 161 കോടി 63 ലക്ഷം രൂപ ലഭിക്കണം. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 25 കോടി 43 ലക്ഷം രൂപ ലഭിക്കണം. സാമൂഹ്യനീതിയും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഇനത്തിൽ 30 കോടി 90 ലക്ഷം രൂപ ലഭിക്കണം. ഇതാണ് കേരളത്തിൻ്റെ അനുഭവം. ഇതൊരു പിടിച്ചുപറിയാണ്. കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കലാണ്. എങ്ങനെയെല്ലാം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ഉന്നം വെക്കുന്നത്. ഇവിടെ ഇത്തരം നടപടികൾ ഗവൺമെന്റിനെ ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ LDFനെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണ് എന്ന് പറയാനാവില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും കേരളത്തെ ആകെയും ബാധിക്കുന്ന നിലപാടാണിത്. കേരളത്തെയാണ് ഞെരുക്കുന്നത്. അപ്പോ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ആസൂത്രണം വേണ്ടത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ്. പക്ഷെ നമുക്കുള്ള ദുരനുഭവം നമ്മുടെ നാടിനെ ഏതെല്ലാം വഴിയിലൂടെ തകർക്കാം, ഇതാണ് ഒരു ഭാഗത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പദ്ധതികളാണ് ഇവയോരോന്നും. ഇപ്പോൾ കേരളം രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നിരവധി സംഭാവന ചെയ്തൊരു നാടാണ്. കേരളത്തിന്റെ മാത്രമായൊരു നേട്ടമായല്ല അത് വരുന്നത്, രാജ്യത്തിന് എടുത്തു കാണിക്കാവുന്ന നേട്ടമായിട്ടാണ് വരുന്നത്. പക്ഷേ അത്തരം മേഖലകളിലെ അഭിമാനകരമായ നേട്ടങ്ങളടക്കം ഇല്ലാതാക്കുക, അതിന് തുടർച്ചയില്ലാതാക്കുക. എങ്ങനെ നിങ്ങൾ കേരളം മുന്നോട്ട് പോകും എന്നത് കാണട്ടെ. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സമീപനം. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനകരമായ മേഖലകളാണ് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും. എടുത്തു പറയത്തക്ക ഒരുപാട് നേട്ടങ്ങൾ. അവയടക്കം മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത സമീപനം. അതോടൊപ്പം നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ക്ഷേമ പദ്ധതികളോട് തന്നെ വിപ്രതിപത്തിയാണ് കേന്ദ്ര ഗവൺമെന്റിന്.
എന്താണ് നിങ്ങളിങ്ങനെ ക്ഷേമാനുകൂല്യങ്ങൾ വലിയ തോതിൽ കൊടുക്കുന്നത് എന്ന് കേരളത്തോട് പലവട്ടം ചോദിച്ചവരാണ് കേന്ദ്ര ഭരണാധികാരികൾ. നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ക്ഷേമാനുകൂല്യങ്ങൾ അവർക്ക് അവകാശപ്പെട്ട, നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെന്ന നിലക്ക് അത് കൃത്യമായി തുടരുകയും ആകാവുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നാം സ്വീകരിച്ച സമീപനം. അത്തരമൊരു വർധനവ് നമ്മൾ വരുത്തിയപ്പോൾ പുതിയ ചില ജനവിഭാഗങ്ങൾക്ക് ഇവിടെ ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചപ്പോൾ ഓ അങ്ങനെയാണോ, എന്നാൽ നിങ്ങളെങ്ങനെ ഇതൊക്കെ കൊടുക്കും, അതൊന്ന് കാണട്ടെ എന്ന മനോഭാവത്തോടെ ഈ പറയുന്ന സാമ്പത്തിക ഞെരുക്കം കേരളത്തിന് ഉണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗത്തെയും, കർഷകരെ, തൊഴിലാളികളെ, ജനങ്ങളെ ആകെ പ്രയാസപ്പെടുത്തുക, അങ്ങനെ വരിഞ്ഞു മുറുക്കി കേരളത്തെ ശിക്ഷിക്കുക, ഇത്തരമൊരു പാതകമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്ത് തെറ്റ് ഈ നാട് ചെയ്തു? എന്തിൻ്റെ മേലെയാണ് നാം ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്? പ്രധാനമന്ത്രിയുടെ പേരിൽ ആഘോഷപൂർവം പ്രഖ്യാപിച്ച ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഫണ്ട് പോലും നമുക്ക് കേരളത്തിന് തടയപ്പെടുന്ന അനുഭവമാണുള്ളത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾ നേരിടുന്ന ഗൗരവമായൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കേന്ദ്ര സർക്കാരിൽ അമിതമായ അധികാര കേന്ദ്രീകരണം വന്നിരിക്കുന്നു എന്നതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് പലതരത്തിലുള്ള കേന്ദ്രീകൃത അധികാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അത്തരത്തിലുള്ള കേന്ദ്രീകരണ പ്രവണതകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത് രാജ്യം നേരിടുന്ന, സംസ്ഥാനങ്ങൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിയമനിർമ്മാണ സഭകൾ, ആ നിയമനിർമ്മാണ സഭകൾ ബില്ലുകൾ പാസാക്കി നാടിനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് അധികാരപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ അനുഭവം, രാജ്യത്തിൻ്റെ അനുഭവം, ഒരു കൂട്ടം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ വേറൊരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ
സംസ്ഥാന വിഷയങ്ങളിൽ കയറി നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണ്. ഇപ്പോൾ ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഒരു ശങ്കയുമില്ലാതെ തുടർന്നു പോവുകയാണ്. ഇതിനെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരമോന്നത നീതിപീഠത്തെ അടക്കം സമീപിച്ചിട്ടുണ്ട് എന്നതും നാം കാണേണ്ടതാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളെ രണ്ട് തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത്. ഒന്ന്, തങ്ങൾക്കിഷ്ടമുള്ള സർക്കാർ. മറ്റൊന്ന്, ഇഷ്ടമില്ലാത്ത സർക്കാർ. ഈ ഇഷ്ടമുള്ള സർക്കാരാണെങ്കിൽ വിവേചനാധികാരം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാൻറ്റുകൾ വാരിക്കോരിയാണ് നൽകുന്നത്. നമ്മൾ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഗ്രാൻറ്റ് കൂടുതൽ നൽകുന്നതിന് എതിരായി പറയുകയല്ല. പക്ഷേ ഏതിനും നീതീകരണം വേണം, ഏതിനും മാനദണ്ഡങ്ങൾ വേണം. തോന്നിയ പോലെ നിർവഹിക്കാൻ പാടില്ല. മാനദണ്ഡാനുസൃതമായാണ് ഏത് നടപടിയും കേന്ദ്ര ഗവൺമെന്റിനെ പോലൊരു സംവിധാനം നിർവഹിക്കേണ്ടത്. ഇവിടെ തങ്ങൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള രാഷ്ട്രീയ കക്ഷികൾ നയിക്കുന്ന സർക്കാരുകളാണ് സംസ്ഥാനങ്ങളിലുള്ളതെങ്കിൽ ആ സർക്കാരുകൾക്കുമേൽ കൃത്യമായ സാമ്പത്തിക ഉപരോധമാണ് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ട അനുഭവമുള്ളവരാണ് നമ്മൾ. വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് വളരെ വിശദമായി ഇപ്പോൾ ഞാനത് പറയുന്നില്ല. പക്ഷേ അന്ന് കേരളത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകിയില്ല. നമ്മെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചില രാഷ്ട്രങ്ങൾ അവർ നൽകിയ വാഗ്ദാനം, സഹായിക്കാം എന്ന വാഗ്ദാനം, ആ സഹായം സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. ഈ കാര്യത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന കാലത്താണ് ഗുജറാത്തിന് വലിയൊരു ദുരന്തം വന്നത്. ആ ദുരന്തത്തിൽപ്പെട്ട നാടിനെ സഹായിക്കാൻ എല്ലാ ഭാഗവും തയ്യാറായി. രാജ്യത്ത് കേന്ദ്ര സർക്കാർ തയ്യാറായി. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുള്ള സഹായങ്ങളും സ്വീകരിച്ചു. അന്നതാകാം അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളം നേരിട്ട നൂറ്റാണ്ടിലെ മഹാപ്രളയഘട്ടം കേരളത്തിന് പാടില്ല. ഇപ്പോ മഹാരാഷ്ട്രയുടെ കാര്യം വന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഉടനെ നിലപാട് മാറ്റുന്നു. മഹാരാഷ്ട്രക്ക് വിദേശ സഹായം സ്വീകരിക്കാം. ഇതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇപ്പോൾ ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതും
നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ച അത്യന്തം ക്രൂരമായ അനുഭവമാണ്. ഒരു നാടിന് നേരെ എത്രമാത്രം ക്രൂരമായ സമീപനം സ്വീകരിക്കാം എന്നതാണ് ഇതിലൂടെ വ്യക്തമായത്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ നല്ല രീതിയിൽ കരുത്താർജിക്കുകയാണ്. നേരത്തെയുള്ള നിലയല്ല. നേരത്തെ 2016 മുൻപ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യത്തെ 100 എണ്ണം എടുത്താൽ അതിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളോടൊപ്പമാണുള്ളത്. ആ രീതിയിലേക്ക് കരുത്താർജിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കലാലയങ്ങൾ എല്ലാം ആ നിലയിൽ മികവാർന്നിരിക്കുകയാണ്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഗൗരവമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർവകലാശാലകളായാലും കലാശാലകളായാലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അവയെല്ലാം ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നല്ല തോതിൽ ഫണ്ട് നൽകി പിന്തുണ നൽകിയിട്ടാണ്. ഇവിടെ ആ സംസ്ഥാന സർക്കാരിന് എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ഥാപനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ അടക്കം നൽകുന്ന സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളുടെ കാര്യത്തിൽ അഭിപ്രായം പോലും പറയാനുള്ള അവസരം നിഷേധിക്കുകയാണ്. ഇവിടെ RSSന്റെ നേതൃത്വത്തിലുള്ള കക്ഷിയാണ് BJP എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾ RSS കൂടി തീരുമാനിക്കുന്നതാണ്. RSSന്റെ വീക്ഷണമനുസരിച്ചാണ് കാര്യങ്ങൾ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നത്. ഇപ്പോഴാണെങ്കിൽ RSSന്റെ പ്രചാരക പ്രമുഖരെ പോലുള്ള ആളുകൾ നിരവധി പ്രധാന സ്ഥാനങ്ങളിൽ തുടരുകയാണ്. അതിന്റെ ഭാഗമായി നടക്കുന്നത് നേരിട്ട് സംഘപരിവാർ ശക്തികളുടെ നോമിനികളെ ഈ സർവകലാശാലകളിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. ഇത് ബോധപൂർവമുള്ള ഒരു നടപടിയാണ്. എന്താണ് ആ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആപത്ത് ശരിയായ രീതിയിൽ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങൾ, അത് സ്കൂളുകളായാലും കോളേജുകളായാലും സർവകലാശാലകളായാലും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം മതനിരപേക്ഷതയുടെ വിളനിലമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മതനിരപേക്ഷത
തകരണമെന്നാണ് RSSും സംഘപരിവാരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം മതനിരപേക്ഷതയുടെ ഒരു കോട്ടയായി നിലനിൽക്കുകയാണ്. ഈ കോട്ടയെ പൊളിക്കണം, മതനിരപേക്ഷതയെ തകർക്കണം. ഏത് വർഗീയ സംഘടനയും ഹ്രസ്വകാല പരിപാടിയല്ല വെക്കുക. ഹ്രസ്വകാല പരിപാടിയുണ്ട്, ദീർഘകാല പരിപാടിയുണ്ട്. ഇവിടെ ദീർഘകാല പരിപാടി ആവിഷ്കരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ സംഘപരിവാർ ആശയങ്ങൾ എത്തിക്കണം, മതനിരപേക്ഷതയ്ക്കെതിരായ വികാരം എത്തിക്കണം, രാജ്യത്തിന്റെ ചരിത്രം തിരുത്തണം. കുട്ടികൾ ചിലത് അറിയാൻ പാടില്ല. മഹാത്മാഗാന്ധിയെ ആര് വധിച്ചു എന്ന കാര്യം അറിയരുത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ കൂടുതൽ മനസ്സിലാക്കരുത്. മനസ്സിലാക്കിയാലുള്ള കുഴപ്പം എന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു, ആര് പങ്കെടുത്തില്ല, സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തതാര്, അന്ന് ബ്രിട്ടീഷ് വൈസ്രോയുടെ അടുത്ത് പോയി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വിതർ പ്രഖ്യാപിച്ചതാര്? ജയിലിൽ പെട്ടുപോയപ്പോ മാപ്പെഴുതി കൊടുത്ത് ഇനിയുള്ള ആജീവനാന്ത കാലം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിശ്വസ്ത പാദസേവകനായി നിന്നുകൊള്ളാം എന്ന് പ്രതിജ്ഞ എടുത്തതാര്? ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയും. അപ്പൊ അതെല്ലാം മാറണം, എല്ലാം മാറ്റണം. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രം പൂർണ്ണമായി തിരുത്തണം, വ്യാജ ചരിത്രം നിർമ്മിക്കണം, ഇല്ലാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. വലിയ പദ്ധതി തയ്യാറാക്കുന്നു. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതാണ് വിദ്യാഭ്യാസ രംഗമെന്ന് നാം ഓർക്കണം. ഇന്ന് ഇന്ത്യയിൽ കേരളം എന്ന ഒരു സംസ്ഥാനം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന ചരിത്ര വസ്തുതകൾ നിഷേധിക്കാൻ തയ്യാറായപ്പോൾ, പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ തയ്യാറായപ്പോൾ നമ്മുടെ കേരളം മാത്രമാണ് ഗാന്ധിജിയെക്കുറിച്ചടക്കം പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗമാണ് മുഗൾ ഭരണഘട്ടം. അങ്ങനെ ഒരു ചരിത്രഘട്ടമേ വേണ്ട, ആരും അറിയണ്ട, കുട്ടികൾ അറിയാൻ പാടില്ല എന്ന നിലപാടാണ്. ചരിത്രം കുട്ടികൾ മനസ്സിലാക്കട്ടെ എന്ന നിലപാട് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. ഇത് നാം അറിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരെ സംഘപരിവാര് ബോധപൂർവം തന്നെ അവരുടെ നോമിനികളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈവശപ്പെടുത്തി തങ്ങളുടേതായ ആശയം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ഞങ്ങളെപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാവും.
എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഒരു സന്ദർഭത്തിലും ഞങ്ങൾ പുറകോട്ട് പോവില്ല. പക്ഷേ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവര് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും മൃദു സമീപനം സ്വീകരിക്കുകയാണ്. മതനിരപേക്ഷതയുടെ സംരക്ഷണമെന്നത് വർഗീയതയുള്ള സമീപനം എന്ത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഉരക്കല്ല്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മതനിരപേക്ഷ ശക്തികൾ സ്വീകരിക്കണം. അവിടെ ചില്ലറ വോട്ട്, 4 സീറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം, ഇതൊക്കെയാണ് പ്രധാനമെന്ന് കണ്ടുകൊണ്ട് വർഗീയതയുമായി സമരസപ്പെടാൻ തയ്യാറാകരുത്. നാണംകെട്ട രീതിയിലുള്ള അത്തരം നീക്കങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ളത്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. വേറൊരു ഭാഗം, നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയൊരു നാട്. ഒരു ഭാഗം നാം ജനസംഖ്യാ നിയന്ത്രണത്തിലടക്കം ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഇപ്പോ അത് ഒരു ശിക്ഷയായി കേരളത്തിന് നേർക്ക് വരികയാണ്. ഇപ്പോ ധനകാര്യ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന നികുതി വിഹിതം നമുക്ക് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. നേരത്തെ നല്ല രീതിയിൽ ലഭിച്ചിരുന്നത് 3.8% വരെ നികുതി വിഹിതം നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോഴത് 1.9 വരെയായി കുറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഗ്രാൻറ്റുകളുടെ കാര്യത്തിലും വായ്പാ പരിധിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള വിവേചന സമീപനമാണ് തുടരുന്നത്. ജനാധിപത്യവിരുദ്ധ സമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ തുറന്നു വരുന്നത്. ആ ഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. ഫെഡറൽ രാഷ്ട്രമാണ് നമ്മുടേത്, മതേതര രാഷ്ട്രവുമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ഈ ഫെഡറൽ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വലിയ തോതിൽ പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. ഇവിടെയും നിർഭാഗ്യവശാൽ യോജിപ്പിൻ്റേതായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ യോജിച്ച് നീങ്ങാൻ കോൺഗ്രസും UDF-ഉം സന്നദ്ധമല്ല. ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ LDF-ന്റെ കൺവീനർ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ രാജ്യത്താകെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ഒരു സമരരീതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാത്തതാണത്. പക്ഷെ കേരളത്തിലെത്തുമ്പോൾ മറ്റെല്ലായിടവും നടക്കുന്ന ആ യോജിച്ച സമരം ഇവിടെ
INTUC അതിനോടൊപ്പം പാടില്ല എന്ന് കോൺഗ്രസ്, STU അതിൻ്റെ കൂടെ പാടില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇതാണ് നിലപാട്. അപ്പോൾ BJPക്കെതിരെ കേരളത്തിൽ യോജിച്ചൊരു ശബ്ദം ഉയരാൻ പാടില്ല. ഒറ്റക്ക് ശബ്ദമുയർത്തിയാൽ ചില ഇളവുകൾ കൊടുത്തുകൊണ്ട് ഉയർത്താലോ. യോജിച്ചാവുമ്പോൾ യോജിച്ച നീക്കത്തിൻ്റെ ഭാഗമായി മാറുമല്ലോ. അത് വേണ്ട എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ തീർത്തും തെറ്റായ രാജ്യത്തിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിയാത്ത, നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ നീക്കങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗമായാണ് കോൺഗ്രസും UDFും മാറുന്നത്. തീർത്തും സങ്കുചിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്താണ് ലാഭം? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ LDFനെതിരെ സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവും. പക്ഷേ മൊത്തമായി മതനിരപേക്ഷത സംരക്ഷണ കാര്യത്തിൽ നിലപാടെടുക്കാൻ കോൺഗ്രസിനും UDFനും കഴിയാത്തത് സങ്കുചിതമായ ചില ലാഭേച്ഛ കൊണ്ടാണ്. അതിലൂടെ ചില്ലറ ആനുകൂല്യം ഈ വിഭാഗത്തിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ചിന്തയാണ്. ആ ചിന്ത പലയിടങ്ങളിലായി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും കോലീബി സഖ്യം ഉണ്ടായത് നമുക്ക് മറക്കാവുന്ന കാര്യമല്ല. അന്നും RSS തന്നെയാണ് നേതൃത്വത്തിൽ. അന്നും RSS ഇതേ നിലപാടിൽ തന്നെയാണ്. കേന്ദ്ര ഭരണാധികാരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുമായി കൂട്ടുകൂടാൻ മടിയുണ്ടായിട്ടില്ല. പിന്നീടുള്ള നിരവധി ഘട്ടങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസും UDFും ലീഗും തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് 4 വോട്ടിൻ്റെ ചിന്ത വരുമ്പോൾ മതനിരപേക്ഷത ദുർബലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. സ്വയം വിനാശകരമായ നിലപാടാണത് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഇന്ന് BJPയുടെ നേതൃത്വം നോക്കിയാൽ പഴയ കോൺഗ്രസ് നേതാക്കൾ, AICCയുടെ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാർ, അങ്ങനെ ഒരു വലിയ നിര BJPയുടെ നേതൃസ്ഥാനത്ത് കാണാൻ നമുക്ക് കഴിയും. ഈ സമീപനത്തിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് അവർക്ക് ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. അനുഭവത്തിൽ നിന്ന് ഒരു തിരുത്തും വരുത്താൻ തയ്യാറാകുന്നില്ല. ആവശ്യം വരുമ്പോൾ BJPയുടെ RSSന്റെ ആടയാഭരണങ്ങൾ എടുത്തണിയാനും ആ ഒരു പ്രതീതി സൃഷ്ടിക്കാനും മടിയില്ലാത്തൊരു വിഭാഗവുമായി ഇവർ മാറിയിരിക്കുന്നു.
ഇപ്പോൾ കേരളം നേരിടുന്ന വിവേചനത്തിനെതിരെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തി അതിശക്തമായ ശബ്ദമുയർത്തുക എന്ന കടമയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അവസരത്തിൽ നിറവേറ്റുന്നത്. കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ സാമ്പത്തിക സമീപനം കാരണമാണ് നാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. ഇത് കേന്ദ്ര നിലപാട് കൊണ്ടല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുകൊണ്ടാണ് എന്ന ഒരു വ്യാജ പ്രചരണം നമ്മുടെ നാട്ടിൽ അഴിച്ചുവിടുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. ആ ധൂർത്ത് കാരണം കടക്കണി ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രചരണം. ഈ പ്രചരണത്തിന് ഞങ്ങളായിട്ട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളറിന്റെ ഓഡിറ്റ് ജനറൽ ഉണ്ടല്ലോ, ആ CNDAT ഏറ്റവും ഒടുവിൽ 2025 ഡിസംബറിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ പട്ടിക 5 അതിൽ 2 അതുപ്രകാരം 2023-24 കടമെടുപ്പിന്റെ ഭാഗം പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഈ പട്ടികയുടെ ഭാഗമൊക്കെ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ ഇത് വിട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവർ കൂടി ശ്രദ്ധിച്ചോട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഈ 5.2 2023-24 കടമെടുപ്പിന്റെ 56.29% 56.29% കടമെടുത്തതിന്റെ അത് ചെലവഴിച്ചത് മൂലധന ചെലവുകൾക്കാണ്. ഇപ്പോൾ കടത്തിന്റെ ഭൂരിഭാഗം 56.29% മൂലധന ചെലവുകൾക്ക് വിനിയോഗിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പറയുന്നതോ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയാണ് ഈ കടമെടുക്കുന്നതെന്നാണ്. ഇത് കൃത്യമായ ദുഷ്പ്രചരണമാണ്, വസ്തുതയുമായി ബന്ധമില്ലാത്തതാണ് എന്നിതിലൂടെ വ്യക്തമാവുകയാണ്. മറ്റൊരു കാര്യം, കമ്പോള വായ്പയുടെ വളർച്ചാ നിരക്കിനെ പറ്റി CNDAT വിലയിരുത്തുന്നുണ്ട്. 2014-15 മുതൽ 2023-24 വരെയുള്ള കാലയളവിലെ സംസ്ഥാനങ്ങളുടെ കമ്പോള വായ്പാ വളർച്ചാ ശതമാനത്തിൽ കേരളം നിൽക്കുന്നത് 18ാം സ്ഥാനത്താണ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? കേരളത്തിന്റെ ആഭ്യന്തര കടം വളരെ മിതമായ രീതിയിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ എന്നാണ്. നമ്മുടെ ആകെ കടബാധ്യത കോവിഡ് കാലത്ത് ആഭ്യന്തര വരുമാനത്തിന്റെ 38% ഉയർന്നു. ഇപ്പോ 2024-25 34%-ഓളമായി താഴ്ന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? തനത് വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെലവുകൾ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കേന്ദ്ര വിവേചനത്തിനിടയിലും നമ്മൾ സാമ്പത്തികമായി പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ ആകെ
റവന്യൂ വരുമാനത്തിന്റെ 72.84%. ഇത് തനത് റവന്യൂ വരുമാനമാണ്. ആകെ റവന്യൂ വരുമാനത്തിന്റെ 72.84% തനത് റവന്യൂ വരുമാനം. ഈ കാര്യങ്ങളിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ശരാശരി എത്രയാണെന്നറിയോ? 57.77%. 57 ദേശീയ ശരാശരി, നമ്മളോ 72. ഇതാണ് വ്യത്യാസം. കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 59.71% തനത് നികുതി വരുമാനമാണ്. 59.7 എന്ന് പറഞ്ഞാൽ 60%. അപ്പൊ 60%-ഓളം തനത് നികുതി വരുമാനമാണ് ആകെ റവന്യൂ വരുമാനത്തിന്റെ. ഇതിലും നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ശരാശരി 49.5%. 49.5% രാജ്യത്തിന്റെ ശരാശരിയായി നിൽക്കുമ്പോഴാണ് നമ്മൾ 59.7%-ലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അപ്പോ എത്രമാത്രം വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് അഴിച്ചുവിടുന്നത്? ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാടിനെ കള്ളങ്ങൾ കെട്ടിച്ചമച്ച് ഇകഴ്ത്താനാണ് ശ്രമിക്കുന്നത്? ഇതെല്ലാം ബോധപൂർവം അടിച്ചുവിടുന്ന പ്രചരണമാണ് എന്ന് നാം കാണണം. ഈ പ്രചരണം കൊണ്ട് ഈ പ്രചാരകർക്ക് എന്ത് നേട്ടമുള്ളത്? LDF കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാടിന്റെ നേട്ടം എന്തിന് മറച്ചു വെക്കുന്നു? നാടിന്റെ നേട്ടത്തിൽ എല്ലാവർക്കും അവകാശമില്ലേ? ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതിന്റെ ആ നേട്ടം. എന്തിനാണ് നാടിനെ ഇക്കൂട്ടർ LDF വിരോധം വെച്ച് ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്? മറ്റൊരു ദുഷ്പ്രചരണമാണ്. ഇവിടെ നികുതി പിരിവില്ല, കടക്കണിയാണ്. ഇവിടെ ഇതാകെ ഇപ്പോ ഈ വസ്തുതകൾ നിരത്തിയാൽ പൂർണ്ണമായി തകർന്നു പോവുകയാണ്. ഓരോ വിഭാഗം വിദഗ്ധരും നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും ഇതിനെപ്പറ്റി ഒരഭിപ്രായവും ഇതേവരെ പറയാൻ തയ്യാറായിട്ടില്ല. സമൂഹത്തിൽ സർക്കാരിനെതിരെ നടത്തുന്ന വ്യാജ നിർമ്മിതിയുടെ ആഴം എത്രത്തോളമാണ് എന്നതാണ് ഈ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം എന്നത് കേരളത്തെ ഒഴിച്ചു നിർത്തിയുള്ളതല്ല. ഇവിടുന്ന് കൂടി പിരിഞ്ഞു കിട്ടുന്ന നികുതി അടക്കമുള്ളതാണ് കേന്ദ്രത്തിന്റെ വരുമാനം. അതിന്റെ ഒരു ഭാഗം നികുതി വിഹിതമായും ഗ്രാന്റുകളായും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ ബാധ്യതയാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. കാണേണ്ട കാര്യം ഇത് ഔദാര്യമായി നൽകേണ്ട ഒന്നല്ല, അവകാശമാണ്. ഇത്തരമൊരു വസ്തുത നിലനിൽക്കുമ്പോഴാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ രാഷ്ട്രീയ പ്രചരണായുധമായി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. അതിന്റെ ഭാഗമായി ബ്രാൻഡിംഗ് ഉൾപ്പെടെ നോക്കുകയാണ്. ആ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിനുള്ള സഹായം തടഞ്ഞു വെക്കുകയുമാണ്. ഇപ്പോൾ നെല്ല് സംഭരണത്തിന്റെ
ഇൻസെന്റീവ് ഇനത്തിലും മറ്റും കേന്ദ്ര സർക്കാർ വരുത്തിയ കുടിശ്ശിക നേരത്തെ വ്യക്തമാക്കി 1300 കോടിയിലധികം. SSA ഇനത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിലും കുടിശ്ശിക കിടക്കുകയാണ്. ജൽജീവൻ മിഷന്റെ കാര്യത്തിലും കിടക്കുന്നു. ഇതെല്ലാം നേരത്തെ ഞാൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കോർ ഓഫ് കോർ എന്ന വിഭാഗത്തിൽപ്പെട്ട കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് അംഗീകരിക്കാനിടയായത് അന്നത്തെ ആ സർക്കാരിന് രാജ്യത്തിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് ഇടതുപക്ഷം പിന്തുണ നൽകിയ ഘട്ടമായിരുന്നു. ഇത്തരമൊരു പദ്ധതി ആവശ്യമാണ് എന്ന ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദമാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഇതില് വേതനത്തിനായുള്ള കേന്ദ്ര സഹായം 100%. അതിലാണിപ്പോൾ മാറ്റം വന്നത്. പുതിയ VBG റാംജി ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സഹായം 50% കുറഞ്ഞു. അതിനു പുറമെ VBG റാംജിയിൽ ഓരോ സംസ്ഥാനത്തിലും ഉൽപ്പാദിപ്പിക്കേണ്ട തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന വിഹിതത്തിനുള്ളിൽ ആകണം. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തിന് വരാവുന്ന, കേരളത്തിന് വരാവുന്ന ആകെ നഷ്ടം 3544 കോടി രൂപയാണ്. ഇതാണ് പുതിയ VBG റാംജിയുടെ പ്രത്യേകത. ഇവിടെ സംസ്ഥാനത്തിന്റെ മേലെ ബാധ്യത അടിച്ചേൽപ്പിക്കൽ മാത്രമല്ല, ഫലത്തിൽ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. 50% ഇപ്പൊ തന്നെ ഒഴിഞ്ഞു, ബാക്കി ഏത് ഘട്ടത്തിലെന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ പദ്ധതിക്കെതിരെയുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഇതുകൂടി വരുമ്പോൾ ഗുരുതരമായി ബാധിക്കും എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഗ്രാന്റുകൾ തടഞ്ഞു വെച്ചതിന് പുറമെയാണ് നമുക്ക് ലഭിക്കേണ്ട വായ്പയിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കിഫ്ബി, പെൻഷൻ കമ്പനി ഇവയെല്ലാം എടുക്കുന്ന കമ്പോള വായ്പ ഈ വെട്ടിക്കുറവിന് കാരണമായി പറയുകയാണ്. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ കുതിപ്പാണ് കിഫ്ബി വഴി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോ രാജ്യത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അതെടുക്കുന്ന കടം കേന്ദ്ര ഗവൺമെന്റ് കടമായി കണക്കാക്കുന്നില്ല. പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ആ പണം ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കതാകാം, നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് നമ്മളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. ഇത് തീർത്തും വിവേചനപരമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിനാണ് പെൻഷൻ കമ്പനി രൂപീകരിച്ചത്. അതും തകർക്കാനുള്ള നീക്കമാണ് സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തത്. ഇത് ബോധപൂർവം സ്വീകരിച്ച തെറ്റായ നടപടിയാണ്. പക്ഷേ നാം കാണേണ്ടത് ഗ്രാന്റുകൾ തടഞ്ഞു വെച്ചു, വായ്പാ പരിധി വെട്ടിക്കുറച്ചു. ഇതൊന്നും പോരാതെയാണ് 3323 കോടി രൂപയുടെ വെട്ടിക്കുറവ് കൂടി വരുത്താൻ തയ്യാറായിട്ടുള്ളത്.
അത് ഗ്യാരണ്ടിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. ഗ്യാരണ്ടിക്ക് നല്ല അവധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിനൊന്നും കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ ഈ തുക വെട്ടിക്കുറക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായത്. അപ്പോൾ ഏകപക്ഷീയമായ നിബന്ധന ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു. 3323 കോടി രൂപ കുറക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇനങ്ങളിലെ വായ്പാ പരിധിയിലെ വെട്ടിക്കുറവ് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് നിരവധി തവണ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു മാറ്റവും ഇതേവരെ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാനത്തിനകത്തും പുറത്തും ശക്തമായ ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം കേരളത്തെ തകർക്കലാണ്, കേരളത്തെ തളർത്തലാണ്. എന്നാൽ തകർക്കാനോ തളർത്താനോ ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. അത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര വിഹിതത്തിൽ വലിയ കുറവുണ്ടായി. പക്ഷേ കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക്, അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക്, പുതിയ വ്യവസായങ്ങൾ ഉറപ്പാക്കുന്നതിന്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്, ഇതിനെല്ലാം കൂടുതൽ പണം ചെലവഴിക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ടവരുടെ ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ രീതിയിൽ നടപ്പാക്കുക, യുവജനങ്ങൾക്കായുള്ള കണക്ട് വർക്ക് പദ്ധതി, ഇങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങളുടെ വിപുലീകരണം, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശിക അനുവദിക്കൽ, ഇതൊക്കെ വന്നപ്പോൾ ഇത് ഇവരെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കി എന്താണ് കാണാൻ കഴിയുന്നത്? ഈ ജനപക്ഷ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ പ്രകടമായി തന്നെ ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വശത്തുകൂടി വലിയ തോതിൽ നുണപ്രചരണം നടത്തുക, മറുവശത്ത് സാമ്പത്തികമായി ഞെരുക്കുക, ഇതാണ് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ നാം കാണുന്നു. ഇതൊരു LDF വിരുദ്ധ സമീപനമല്ല, ഇത് കേരള വിരുദ്ധ സമീപനമാണ്. നമ്മുടെ ജനങ്ങളുടെ ഭാവിക്കെതിരെയുള്ള സമീപനമാണ്, നാടിന്റെ ഭാവിയെ തകർക്കാനുള്ള സമീപനമാണ്. അപ്പോൾ കേരള വിരുദ്ധ സമീപനത്തിൽ UDF നല്ല രീതിയിൽ പങ്കാളിയാവുകയാണ്. അതാണ് കോഴിക്കോട്ടെയും കൊല്ലത്തെയും പാർലമെന്റ് അംഗങ്ങൾ കേരളത്തിലെ റേഷൻ മുടക്കാനും സഹകരണ മേഖലയെ തകർക്കാനും കഴിയുമോ എന്ന തരത്തിൽ പാർലമെന്റിൽ ഇടപെട്ടത് കാണിക്കുന്നത്. ചോദ്യോത്തരവേള അതിനായി ഉപയോഗിച്ചതും
നാം കാണുകയുണ്ടായി. 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ അവർക്ക് അർഹതപ്പെട്ട പണം ഏകപക്ഷീയമായി തടയുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇതിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തിന് കഴിയണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തൊട്ട് പാർലമെന്റ് വരെ വ്യത്യസ്തമായ പാർട്ടികൾക്ക് പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ് കേരളം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ട കേരളീയർക്ക് അവകാശപ്പെട്ട പണമാണ് നിഷേധിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങൾക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നു, നമുക്ക് അർഹതപ്പെട്ടതും നിഷേധിക്കുന്നു. പലതവണ കേന്ദ്ര ഭരണാധികാരികളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഡിസംബർ 24-ന് കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് കേരളം നൽകിയ 6000 കോടിയോളം രൂപയുണ്ട്. അതിനു പകരം വായ്പയെടുക്കാനെങ്കിലും അനുവദിക്കണം. അത് കിഫ്ബിയിൽ നിന്നാണ് നാം എടുത്തത്. ആ തുക വായ്പാ പരിധിയിൽ കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വായ്പ എടുക്കാൻ അനുവദിക്കണം നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ IGST റിക്കവറി എന്ന പേരിൽ 965 കോടി രൂപ പിടിച്ചെടുത്തു. അത് തിരിച്ച് സംസ്ഥാനത്തിന് നൽകണം. നേരത്തെ പറഞ്ഞ ഗ്യാരണ്ടി നിക്ഷേപത്തിന്റെ പേരിൽ വെട്ടിക്കുറച്ച 3300 കോടി രൂപ അതിന് വായ്പയെടുക്കാൻ അനുമതി ലഭിക്കണം. ഇത്തരം ആവശ്യങ്ങളാണ് കേന്ദ്രത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ അനുകൂലമായ ഒരു നിലപാട് ഇതേവരെ ഉണ്ടായിട്ടില്ല. നാം കാണേണ്ടത് നമ്മൾ നടത്തുന്ന ഈ പ്രക്ഷോഭം ആദ്യത്തേതല്ല. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ സമരം നടത്താൻ നാം നിർബന്ധിതമായി. രാജ്യത്തിന്റെ അത്യുന്നത നിയമ സംവിധാനം സുപ്രീം കോടതിയെ നാം സമീപിച്ചു. നമ്മുടെ ആവശ്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചതുപോലെ കേന്ദ്രത്തിന് വഴങ്ങുന്ന സമീപനമല്ല, ബദൽ നയമാണ് നാം ഇവിടെ നടപ്പാക്കുന്നത്. BJP സർക്കാരിനെതിരെ കോടതിയിൽ പോകാനും ശക്തമായ പ്രക്ഷോഭം നടത്താനും കേരളത്തിൽ LDF-ഉം സർക്കാരും തയ്യാറാകുന്നതെന്താണ് ഇവിടുത്തെ അനുഭവം. അപ്പോൾ ഈ വിഷയം കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതാണ് പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുന്നത്. ഇത് കേരളത്തിനെ പിന്നിൽ നിന്ന് കുത്തുന്ന അനുഭവമാണ്. BJP-ക്കൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും ചേർന്നിരിക്കുന്നു. ഈ സമീപനം UDF തുടരുന്നു എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഫെഡറലിസത്തെ, ജനാധിപത്യ മൂല്യങ്ങളെ, മതനിരപേക്ഷതയെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് സംഘപരിവാർ ശക്തികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഇവിടെ ബഹുമാനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് നടത്തിയ ചില പ്രസ്താവനകൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിന് മുൻകാലങ്ങളെക്കാൾ വലിയ തോതിൽ
വിഹിതം നൽകി എന്നതാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിതത്തെ പറ്റിയാണ്. ആ വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്നാണ്. ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം. 14-ാം കമ്മീഷന്റെ കാലയളവിൽ 2017-18, 2018-19 ഈ വർഷങ്ങളിൽ യഥാക്രമം 16,833 കോടി രൂപ, 19,038 കോടി രൂപ. അതായത് 2017-18 കേരളത്തിൽ ലഭിച്ചത് 16,833, 2018-19 19,038 കോടി. 15-ാം കമ്മീഷന്റെ കാലയളവിൽ 2020-21 11,560 കോടി രൂപ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. 2021-22 17,890 കോടി, 2022-23 18,961 കോടി രൂപയാണ് ലഭിച്ചത്. അപ്പോൾ ഈ കണക്ക് നോക്കിയാൽ മുൻ കമ്മീഷന്റെ കാലയളവിലുള്ളതിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണ് ഉണ്ടായത്. ഇത് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത ധനസഹായമായ റവന്യൂ കമ്മി ഗ്രാന്റ് ആയിരുന്നു എന്നതാണ്. 15-ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയ പരിഗണനാ വിഷയങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം റവന്യൂ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ഗ്രാന്റ് നൽകേണ്ടതില്ല എന്നാണ്. ഇതിനെ കേരളം മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും എതിർത്തു. 15-ാം ധനകാര്യ കമ്മീഷന്റെ തികച്ചും വിവേചനാപരമായ മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഇവിടെ കേരള സർക്കാർ വിളിച്ചുകൂട്ടി. ഒടുവിൽ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിന് കമ്മീഷൻ വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കാലയളവിൽ റവന്യൂ കമ്മി ഗ്രാന്റ് കേരളത്തിന് കിട്ടിയത്. ഈ റവന്യൂ കമ്മി ഗ്രാന്റും സംസ്ഥാനത്തിന്റെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. റവന്യൂ കമ്മി ഗ്രാന്റ് ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ വിഹിതത്തിൽ ഇനിയും കുറവായിരിക്കും ഉണ്ടാവുക. റവന്യൂ കമ്മി ഗ്രാന്റിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തങ്ങളുടെ ന്യായമായ അവകാശം സമ്മർദ്ദം ചെലുത്തി ചോദിച്ചു വാങ്ങിയതാണ്, ആരും ഔദാര്യമായി തന്നതല്ല. പക്ഷേ പിന്നീട് ഏകപക്ഷീയമായി റവന്യൂ കമ്മി ഗ്രാന്റ് കേന്ദ്രം വെട്ടിക്കുറച്ചു. 2014 പ്രധാനമന്ത്രിയായ ഉടനെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലക്ക് ധനകാര്യ കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തി. ഞങ്ങളാരും പറയുന്നല്ലത് കേട്ടോ. ആ വിവരം പറഞ്ഞത് നിലവിലെ നീതി ആയോഗ് സിഇഒ ആയ BVR സുബ്രഹ്മണ്യമാണ്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഈ ഭരണഘടനാ മാനദണ്ഡം ലംഘിച്ചാണ് പ്രധാനമന്ത്രി ധനകാര്യ കമ്മീഷന് മേൽ
സമ്മർദ്ദം ചെലുത്തിയത് എന്നാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്ക് 42% കേന്ദ്ര നികുതി വീതം നൽകണമെന്നായിരുന്നു YV റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇത് 33% വെട്ടിക്കുറക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. ഇവിടെയും കാണേണ്ടത് ഇത് ഞങ്ങളോ ഇടതുപക്ഷമോ മറ്റോ ഉന്നയിച്ച ആരോപണമല്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന, ഇന്ന് നീതി ആയോഗ് CEO ആയി തുടരുന്ന BVR സുബ്രഹ്മണ്യമാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയത്. ഇതേവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നിഷേധിക്കാൻ തയ്യാറായിട്ടുമില്ല. അപ്പോൾ കണക്കുകൾ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അമിത്ഷാ ഈ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടതായിരുന്നു. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം അദ്ദേഹം കാണുന്നതായി കണ്ടിട്ടുണ്ട്. കേരളത്തെ ശ്വാസം മുട്ടിച്ച് നശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹവും കേന്ദ്ര സർക്കാരും തയ്യാറാകേണ്ടത്. അദ്ദേഹം കാണുന്ന സ്വപ്നമൊന്നും കേരള മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല എന്നത് അദ്ദേഹം കാണണം. സ്വപ്നലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ തെറ്റായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കണ്ടുകൊണ്ട് കേരളത്തെ തകരാൻ കൂട്ടുനിൽക്കുന്ന മനോഭാവം കോൺഗ്രസും UDF-ഉം ഉപേക്ഷിക്കുക എന്താണ് വേണ്ടത്. നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളമാകെ, ജനങ്ങളാകെ ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഭാഗം ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഇതെല്ലാം ചെയ്തപ്പോഴും അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സംസ്ഥാനം തകരുകയോ തളരുകയല്ല ചെയ്ത് നല്ല രീതിയിലുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ വിവിധ മേഖലകളിൽ ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ പട്ടിക നിരത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഒരേ മനസ്സോടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നീക്കങ്ങൾക്കെതിരെ നമ്മുടെ നാടിനെ തകർക്കാനും തളർത്താനുമുള്ള നീക്കങ്ങൾക്കെതിരെ യോജിച്ചണിനിരക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാടിനു വേണ്ടിയുള്ള ഈ പ്രക്ഷോഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം.